രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഒന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം കൂടി. സോഷ്യൽ മീഡിയയിലടക്കം കാണുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ഒരു ആരോപണം വരുമ്പോൾ പാർട്ടി അതിനെ പിന്തുണച്ചില്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുമ്പോൾ പിന്തുണയ്ക്കുന്നു. അങ്ങനെ ഒരു താരതമ്യത്തെ CPM ജനറൽ സെക്രട്ടറി എങ്ങനെയാണ് കാണുന്നത്? ഒന്നും ഒന്നിനോട് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഓരോന്നും വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. ഓരോന്നും എങ്ങനെ വേണമെന്നുള്ളതും പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. ഇത് അവർ കൈകാര്യം ചെയ്തിട്ട് ഇത് പാർട്ടിക്കും ഗവൺമെന്റിനും എതിരായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ്. അതുകൊണ്ട് പാർട്ടിയും ഗവൺമെന്റും തന്നെ നേരിടണം. അങ്ങനെ പാർട്ടിക്ക് തീരുമാനിക്കുന്ന അവകാശം. ഇപ്പോൾ തൊഴിലാളി പ്രസ്ഥാനം ആശാസമരം നടക്കുന്നു, 57 ദിവസം പിന്നിടുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി ചർച്ച നടത്തുന്നുണ്ട്, പരിഹാരം ഉണ്ടാവുന്നില്ല. ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയിൽ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുമ്പോൾ അതിനകത്തൊരു ഗൗരവം പാർട്ടി എന്ന നിലയിൽ CPM കാണിക്കേണ്ടതല്ലേ? ഗൗരവം പാർട്ടി എന്നുള്ള നിലയിൽ CPM കാണിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും കാണിച്ചിട്ടുണ്ട്. 3 തവണ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നു. ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം, ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. ആ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ ഇവരെ നിർവചിച്ചിട്ടുള്ളത് ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നുള്ളത് ഏറ്റവും ആദ്യം ഉന്നയിച്ചിട്ടുള്ളത് CITU ആണ്, SUCA അല്ല. AITUC ഉന്നയിച്ചിട്ടുണ്ട്, INTUC ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ 25,000-ലധികം ആശാ വർക്കർമാരുണ്ട്. അതിൽ 350, 400, 500-ൽ താഴെ അംഗങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മേഖലയിലും ഒരു ഫാക്ടറിയിലും ഇപ്പോൾ ഒരു അവകാശ സമരം ഉണ്ടെങ്കിൽ ഏത് യൂണിയനോട് അവകാശ സമരം നടത്താം. പക്ഷേ ആ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ വിഷയമാണെങ്കിൽ സമരം ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ ബാക്കി യൂണിയനുകളുമായിട്ട് സംശയം നമുക്ക് യോജിച്ച് സമരം ചെയ്യാം. ഇപ്പം മെയ് 20-ാം തീയതി ഒരു അഖിലേന്ത്യാ പണിമുടക്കം നടക്കുന്നുണ്ട്. തൊഴിലാളികളുടെ അവകാശം ഉന്നയിച്ചുകൊണ്ടാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന BJP ഗവൺമെന്റിന്റെ ലേബർ കോഡുകൾക്കെതിരായിട്ടുള്ള സമരമാണ്. ഇവിടെ CITU ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കാം. CITUവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ല. CITU AITUC-യുമായിട്ട് സംസാരിച്ചു, INTUC-യുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെ BJP-യുടെ സംഘടന ഒഴികെ BMS ഒഴികെ ബാക്കി എല്ലാ സംഘടനകളും ആലോചിച്ചിട്ടാണ് ഈ സമരം പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ കേമന്മാരാണ്, ഞങ്ങളാണ് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി ആദ്യം ശബ്ദം ഉയർത്തുന്നതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും CITU പ്രഖ്യാപിക്കും? ഇങ്ങനല്ല, യൂണിറ്റി അല്ലേ വേണ്ടത്. എന്തുകൊണ്ട് ആശാ വർക്കർമാരുടെ പ്രശ്നത്തിൽ ഒരു യൂണിറ്റ് വേണ്ട? സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ മതി, തൊഴിലാളി യൂണിറ്റ് വേണ്ട എന്ന് എന്തുകൊണ്ട് ഇവർ തീരുമാനിച്ചു? വളരെ വ്യക്തമാണ്. കേന്ദ്രത്തിന് ഉത്തരവാദിത്വമുള്ള കാര്യം സംസ്ഥാനത്തിൻ്റെ പെടലിക്കിടുക എന്ന തികച്ചും മര്യാദയില്ലാത്ത ഒരു സമീപനം. അതാണ് എൻ്റെ സഹോദരിമാരവിടെ പിന്തുടരുന്നത്. അത് വെറും നിഷ്കളങ്കമല്ല എന്നുകൂടി ഞാൻ പറയുന്നു. വിമോചന സമരത്തിൻ്റെ കാലത്ത് പല പല സമരങ്ങൾ പല കോണിൽ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരിക. ഒരു സഹോദരി പെൻഷൻ കുടിശ്ശിക വന്നതിനെക്കുറിച്ച് ഒരു ഭിക്ഷാപാത്രവുമായിട്ട് ഇറങ്ങിയല്ലോ, കനകോലുവിൻ്റെ ഉപദേശം അനുസരിച്ച് പ്രചരിപ്പിക്കാൻ. 18 മാസം പെൻഷൻ കൊടുക്കാതിരുന്നതാണ് UDF ഗവൺമെൻറ്. അപ്പോൾ ഈ സഹോദരി ഉണ്ടായിരുന്നില്ലേ? അന്ന് എന്തായിരുന്നു പെൻഷൻ? അന്ന് 600 രൂപയായിരുന്നു പെൻഷൻ. അത് 18 മാസം കുടിശ്ശിക വരുത്തി 1600 ആരാക്കിയത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. കേരളത്തിന് അവകാശപ്പെട്ട പണം തരാതിരിക്കുന്ന കേന്ദ്രത്തിനെതിരായിട്ട് അല്ലേ ഇവർ സമരം ചെയ്യുന്നത്? ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റ് 52 ലക്ഷം കോടിയോ മറ്റോ ആണ് അടങ്കൽ. അതിൽ 25 ലക്ഷം കോടി സംയുക്ത പദ്ധതികൾക്കായി സംസ്ഥാനങ്ങൾക്ക് പങ്കിടാനുള്ളതാണ്. തുക എത്ര? വളരെ വലുത്, 25 ലക്ഷം കോടിയാണ്. കേരളത്തിൻ്റെ ജനസംഖ്യ 2.8%. അപ്പോൾ ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് പങ്കുവെക്കാനുള്ള തുകയുടെ 2.8% എങ്കിലും കേരളത്തിന് കിട്ടേണ്ടതാണ്. 2.8% എൻ്റെ ഭാര്യ ബെറ്റിയുടെ സഹായത്തോടു കൂടി ഞാൻ കണക്കൂട്ടി കണ്ടുപിടിച്ചപ്പോൾ 70,000 കോടി വരും. കേരളത്തിന് അനുവദിക്കപ്പെട്ടതോ അതിൻ്റെ പകുതിയിൽ താഴെയാണ്. അപ്പം കേരളത്തിന് നോട്ടടിക്കാൻ പ്രസ്സില്ല, കേന്ദ്രത്തിനുണ്ട്. കേന്ദ്രത്തിന് കടമെടുക്കാൻ ആരും നിയന്ത്രിക്കാനില്ല. കേരളത്തിനെ വായ്പയെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കേന്ദ്രം നിഷേധിക്കുകയാണ്. അങ്ങനെ സാമ്പത്തികമായി ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്രം തരേണ്ട വിഹിതം പോലും ആശാ വർക്കർമാർ കൊടുക്കാനുള്ളത് കേന്ദ്രം നിഷേധിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പ് പോയിരുന്ന് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇതിൽ കുറ്റവാളി എന്ന മട്ടിൽ ഒരു സമരം നടത്തുന്നത് വഞ്ചനാപരമാണ്. അതിൽ സംശയം ഉണ്ടാകുന്നത് എന്താ? ഇത് ചെയ്യാൻ ചുമതലപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിലെ ഒരു പ്രതിനിധി ഇവിടെ വന്ന് ഇവരുമായി പാട്ടുപാടുന്നു, ഉല്ലസിക്കുന്നു, നൃത്തം ചെയ്യുന്നു. പ്രിയപ്പെട്ട മികച്ച അഭിനേതാവെ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കാതെ ഞങ്ങളോട് സത്യം പറയൂ, നിങ്ങൾ എന്താ കേന്ദ്രം തരാത്തത് എന്ന് നല്ല വാചാലമായി സംസാരിക്കുന്ന എൻ്റെ സഹോദരിമാരാരെങ്കിലും ചോദിച്ചില്ല. അപ്പോൾ ഇതൊന്നും
കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോകും.